വചനം 40 വാക്കർത്ഥം. ഫലാ ഉഖ്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിറബ്ബിൽ മശാരിഖി, ഉദയസ്ഥാനങ്ങളുടെ റബ്ബിനെക്കൊണ്ട്, വൽ മഗാരിബി, അസ്തമയസ്ഥാനങ്ങളുടെയും, ഇന്നാ, നിശ്ചയമായും നാം, ലഖാദിറൂൻ, കഴിവുള്ളവർ തന്നെ. فلا أقسم برب المشارق والمغارب إنا لقادرون. എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബിനെക്കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, നിശ്ചയമായും നാം കഴിവുള്ളവർ തന്നെയാണ്. വചനം 41 വാക്കർത്ഥം. അലാ അൻ നുബദ്ദില, നാം പകരം കൊണ്ടുവരാൻ, ഖൈറം മിൻഹും, അവരെക്കാൾ ഉത്തമരായവരെ, വമാ നഹ്നു, നാം അല്ലതാനും, ബിമസ്ബൂഖീൻ, മുൻകടക്കപ്പെടുന്നവർ, പരാജയപ്പെടുത്തപ്പെടുന്നവർ. على أن نبدل خيرا منهم وما نحن بمسبوقين. അവരെക്കാൾ ഉത്തമമായവരെ അവർക്ക് പകരം കൊണ്ടുവരുവാൻ നാം മുൻകടക്കപ്പെടുന്നവരല്ലതാനും, അഥവാ പരാജയപ്പെട്ടു പോകുന്നവരുമല്ല. വചനം 40-41 എന്നിവയുടെ വിശദീകരണം. ലാ ഉഖ്സിമു എന്ന വാക്കിനെക്കുറിച്ച് സൂറത്തു വാഖിയ 75 വചനത്തിലും ഉദയാസ്തമന സ്ഥാനങ്ങളെക്കുറിച്ച് സൂറത്തു സ്വാഫാത്ത് 5 വചനത്തിലും വിവരിച്ചത് ഓർക്കുക. ഈ അവിശ്വാസികളെയെല്ലാം അങ്ങ് നശിപ്പിച്ച് അവരെക്കാൾ ഉത്തമമായ ഒരു ജനതയെ രംഗത്തു വരുത്തുവാൻ അല്ലാഹുവിനൊരു പ്രയാസവുമില്ല. അവൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം അവനെ പിന്നോക്കമാക്കി പരാജയപ്പെടുത്തുവാൻ ആരുമില്ലതാനും. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കി വിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞതിൻ്റെ സാരം.